ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. ഇടുക്കി മലങ്കര ഡാമിൽ നടപ്പിലാക്കുന്ന ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ മറവിൽ അഴിമതിക്ക് കളമൊരുങ്ങുന്നുവെന്ന് ആരോപണം. സ്വകാര്യ കമ്പനിക്ക് അമിത ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പദ്ധതിക്കായി മലങ്കര ഡാമിന്റെ 21.47 ഏക്കർ ക്യാച്ച്മെന്റ് ഏരിയയും ജലാശയവും 30 വർഷത്തേക്കാണ് സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയത്. അഴിമതിക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി. ഇടുക്കിയുടെ ലോ റേഞ്ച് ഡാമായ മലങ്കര ഡാമിന് സമീപം കോളപ്രയിൽ സ്കൈ വോക്ക്, ബംഗി ജംപ്, ജെറ്റ് സ്കീ, അക്വറ്റിക് സ്പോർട്സ് എന്നിവയുൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഴിമതി ആരോപണം. 116 കോടി രൂപയുടെ വമ്പൻ പദ്ധതിയിൽ സർക്കാരിന് 3.5% ലാഭവിഹിതം മാത്രമാണുള്ളത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഇത്തരം പദ്ധതികൾക്ക് 30% വരെ ലാഭവിഹിതം ഉറപ്പാക്കുന്നുണ്ട്. 2022 ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കുന്നത്. ഉത്തരവിറങ്ങി 5 മാസം കഴിഞ്ഞ് മാത്രം രജിസ്റ്റർ ചെയ്ത FSIT എന്ന കമ്പനിക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. പദ്ധതിക്കായി FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒറ്റ ടെൻഡർ മാത്രമാണ് ലഭിച്ചതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഒറ്റ കമ്പനിയുടെ ടെൻഡർ മാത്രം ലഭിച്ചിട്ടും റീടെൻഡർ വിളിക്കാൻ ജലവിഭവ വകുപ്പ് തയ്യാറായില്ല എന്നത് അഴിമതി വ്യക്തമാക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഗവൺമെന്റിന് നഷ്ടമുണ്ടാകുന്ന തരത്തിലാണ് നിലവിലുള്ള കരാർ. 22 ഏക്കർ ഭൂമിയും ഏകദേശം 255 ഏക്കർ വാട്ടർ സോഴ്സും 30 വർഷത്തേക്ക് ഒരു സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകുമ്പം ആ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം ഗവൺമെൻറ് ലഭിക്കേണ്ടേ? ഇപ്പോൾ ഈ പദ്ധതിയുടെ മികവ് വ്യാപകമായി അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. 116 കോടിയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. ഒറ്റനോട്ടത്തിൽ അഴിമതി എന്ന് വ്യക്തമായ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പുനഃപരിശോധിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സ്വകാര്യ കമ്പനിക്ക് കൊള്ളലാഭം കൊയ്യാൻ വഴിയൊരുക്കാതെ സർക്കാരിന് ലഭിക്കേണ്ട ശതമാനം കൃത്യമായി ലഭ്യമാക്കണമെന്നും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.